Next നമുക്ക് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ 2 അക്കൗണ്ടിംഗ് ഫോർ കൺസൈൻമെന്റ് എന്നുള്ള ചാപ്റ്റർ നോക്കാം. In order to increase sales territory and volume of sales, it is the practice of business concern to send goods to agents at other places for sale on commission basis. അങ്ങനെ സെയിൽസ് നടത്തുന്ന ആ ഒരു ഏരിയ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സെയിൽസിൻ്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഈ ഏജൻസിന് ഗുഡ്സ് കൊടുക്കും, പല സ്ഥലങ്ങളിലുള്ള ഏജൻസിന്. എന്നിട്ട് അവരോടത് കമ്മീഷൻ ബേസിൽ അത് സെയിൽ നടത്താനായിട്ട് ആവശ്യപ്പെടും. The knowledge of an agent about the local conditions where he resides will be helpful in increasing sales at his place. ആ ലോക്കൽ ഏരിയയിലെ കണ്ടീഷൻസ് ഒക്കെ അറിയാവുന്ന ഏജൻറ്റ് അദ്ദേഹത്തിൻ്റെ ആ അറിവ് വെച്ച് ആ സ്ഥലത്തെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. Therefore, different agents are appointed for different places. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തിനും ഓരോ ഏജൻസിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. The agents so appointed will be supplied with necessary goods and will be required to follow the instructions given with regard to sales, expenses, commissions, settlement of accounts, etc. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഏജൻസിന് അവർക്ക് ആവശ്യമുള്ള ഗുഡ്സ് കൊടുക്കും. എന്നിട്ട് അവരോട് പറയും സെയിൽസിൻ്റെ കാര്യത്തിലും എക്സ്പെൻസസിൻ്റെ കാര്യത്തിലും കമ്മീഷൻ അതുപോലെ തന്നെ അക്കൗണ്ട്സ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഗുഡ്സിൻ്റെ ഓണർ ആരാണോ ഗുഡ്സ് കൊടുക്കുന്നത് അവർ നൽകും. മീനിങ് ആൻഡ് ഡെഫിനിഷൻ. Consignment means transfer of goods from one person to another for sale on commission on behalf of the person who sends the goods. കൺസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുക, ഗുഡ്സ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സെയിൽ ഓൺ കമ്മീഷൻ. അത് കമ്മീഷൻ അടിസ്ഥാനത്തിൽ സെയിൽ നടത്താൻ വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ സെയിൽ നടത്തുന്നത്? ഫോർ ഓൺ ബിഹാഫ് ഓഫ് ദ പേഴ്സൺ ഹു സെൻഡ്സ് ദ ഗുഡ്സ്. ആരാണോ ഗുഡ്സ് കൊടുക്കുന്നത്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് കൊടുക്കുമല്ലോ, ആരാണോ ആ ഗുഡ്സ് കൊടുക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ സെയിൽ നടത്തുന്നത്. The person who appoints and sends goods to agent to sell on commission basis is called the consignor. ആരാണോ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുകയും ആ ഏജന്റിന് ആവശ്യമുള്ള ഗുഡ്സ് നൽകുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മീഷൻ ബേസിൽ അത് സെയിൽ നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് കൺസൈനർ. The person to whom the goods are sent for sale on commission basis is called the consignee. കമ്മീഷൻ ബേസിൽ ആർക്കാണോ ഗുഡ്സ് കൊടുക്കുന്നത് ആ വ്യക്തിയുടെ പേരാണ് കൺസൈനി. To the consignor, the consignment of goods is known as outward consignment, and to the consignee it is inward consignment. ഈ കൺസൈനർക്ക് ഈ ഗുഡ്സ് കൺസൈൻമെൻറ്റ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ഔട്ട്വേർഡ് കൺസൈൻമെൻ്റ് എന്നാണ് അതിന് പറയുന്നത്. കാരണം അയാളുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, പുറത്തേക്ക് പോവുക, അതുകൊണ്ട് ഔട്ട്വേർഡ് കൺസൈൻമെൻ്റ് എന്നാണ് പറയുന്നത്. അതേസമയം അത് കൺസൈനിക്ക് എന്താണ്? അയാൾക്കത് കിട്ടുവച്ചില്ലേ ചെയ്യുന്നത്, ഇങ്ങോട്ട് വരുക, അപ്പോൾ ഇൻവേർഡ് കൺസൈൻമെൻ്റ് എന്നാണ് പറയുന്നത്. The consignment is defined as the shipment or transfer of goods by manufacturers or wholesalers to agents to be sold by them on behalf of the senders of goods on consignment basis. കൺസൈൻമെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഷിപ്മെൻറ്റ് ഓർ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഷിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. ആരാണ് ചെയ്യുന്നത്? മാനുഫാക്ചേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ആണത് ട്രാൻസ്ഫർ നടത്തുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? ടു ഏജൻസിന് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബി സോൾഡ് ബൈ ദം. ആ ഏജൻസ് അത് വിൽക്കുവാൻ വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടി? ഓൺ ബിഹാഫ് ഓഫ് ദി സെൻറ്റേഴ്സ് ഓഫ് ദി ഗുഡ്സ്. ആരാണോ ഗുഡ്സ് നൽകുന്നത്, അതായത് മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ സെയിൽ നടത്തുന്നത് ഓൺ കമ്മീഷൻ ബേസിസ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെൻറ്റ് ബിസിനസ്. കൺസൈൻമെൻറ്റ് ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. ഫസ്റ്റ് വൺ, ഓണർഷിപ്പ്. ഓണർഷിപ്പ് ഇൻ ഗുഡ്സ് റെസ്റ്റ് വിത്ത് ദ കൺസൈനർ till it is sold by the consignee. കൺസൈനി ആ ഗുഡ്സ് സെയിൽ നടത്തുന്നത് വരെ ആ ഗുഡ്സിൻ്റെ ഉടമസ്ഥത അവകാശം കൺസൈനർക്ക് തന്നെ ആണ്, അല്ലാതെ കൺസൈനിക്കല്ല. കൺസൈനിയാണ് വിൽപ്പന നടത്തുന്നയാൾ,
അയാൾക്ക് ആ ഗുഡ്സ് കൊടുത്തത്. ഏജൻ്റായിട്ട് വരുന്നത് പറയുന്നത് കൺസൈനിയാണ്. പക്ഷേ ആ ഗുഡ്സിൻ്റെയൊക്കെ ഓണർഷിപ്പ്, ഉടമസ്ഥത കൺസൈനർക്ക് തന്നെ ആണ്. ആരാണോ ഗുഡ്സ് കൊടുക്കുന്നത്, അതായത് മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ്. When goods are sold by the consignee, it is automatically transferred to the buyer. കൺസൈനി ആ ഗുഡ്സ് സെയിൽ നടത്തി കഴിയുമ്പോൾ ആ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ആർക്ക് പോകും? ആരാണോ അത് വാങ്ങിക്കുന്നത് ആ വ്യക്തിയിലേക്ക് ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് പോകും. അങ്ങനെയാണല്ലോ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തിന് ഉടമസ്ഥാവകാശം ആർക്കാ? നമുക്കല്ലേ. എന്ന് പറഞ്ഞിട്ട് ബയർ അത് വാങ്ങിച്ചു കഴിയുമ്പോൾ ബയർക്കത് ലഭിക്കും. Then risk. The consignor has to bear all the risk connected with the goods till it is sold. വിൽപ്പന നടത്തുന്നത് വരെ ആ ഗുഡ്സുമായി ബന്ധപ്പെട്ട റിസ്ക് അത് കൺസൈനർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് പാസ്ഡ് ഓൺ ടു ദി കൺസൈനി. അത് കൺസൈനി അത് ആ റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യം ഇല്ല. റിസ്ക് മേ ബി ഡ്യൂ ടു ലോസ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഓർ അറ്റ് ദ ഗോഡൗൺ ഓഫ് ദി കൺസൈനി ഓർ ഡ്യൂ ടു ബാഡ് ഡെബ്റ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. ഈ റിസ്ക് എന്ന് പറയുന്നത് ഈ ട്രാൻസിറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത് ഗുഡ്സ് നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ കൺസൈനിയുടെ ഗോഡൗണിൽ വെച്ച് ആ ഗുഡ്സ് പോവുക, അതുമല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിലിൻ്റെ സമയത്ത് ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടാകുക, കിട്ടാക്കടമായിട്ട് പോവുക. ഇതൊക്കെയാണ് റിസ്ക്. ഓൾ ദീസ് റിസ്ക് ലോസസ് ആർ ടു ബി ബോൺ ബൈ ദി കൺസൈനർ. ഈ പറയുന്ന എല്ലാ ലോസസും കൺസൈനറാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. Then possession. The goods will be in the possession of the consignee till it is sold by him on behalf of the consignor. Goods will be in the possession of consignee till it is sold by him on behalf of the consignor. കൺസൈനർക്ക് വേണ്ടിയിട്ട് ഏജൻറ്റ് വിൽക്കുന്നത് വരെ ആ ഗുഡ്സിൻ്റെ പൊസഷൻ, ഗുഡ്സ് ആരുടെ കയ്യിലായിരിക്കുന്നത്? പൊസഷൻ എന്ന് പറഞ്ഞാൽ കൈവശം വയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആരുടെ കൈവശമാണ് ഇരിക്കുന്നത്? കൺസൈനിയുടെ കൈവശമായിരിക്കും. കാരണം അയാളുടെ കയ്യിലിരുന്നെങ്കിലല്ലേ അയാൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിൽപ്പന നടത്തുന്നത് വരെ, കൺസൈനർക്ക് വേണ്ടിയിട്ട് ആ കൺസൈനി വിൽപ്പന നടത്തുന്നത് വരെ ഗുഡ്സിൻ്റെ പൊസഷൻ കൺസൈനിക്കായിരിക്കും ഉണ്ടായിരിക്കുക. Then relationship between the consignor and the consignee is that of a principal and agent. കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റിന് തുല്യമാണ്. Then bearing of expenses. Expenses connected to a consignment are to be borne by the consignor. കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും വഹിക്കേണ്ടത് കൺസൈനറാണ്. The consignee has to pay the expenses on consignment which will be later deducted from the sales proceeds of the goods. ഇനി കൺസൈൻമെൻറ്റ് സമയത്ത് എന്തെങ്കിലും ചിലവാകുന്നത് അത് കൺസൈനി കൊടുക്കണം. എന്നിട്ട് അത് പിന്നീട് അയാൾ വിറ്റ് കിട്ടുമ്പം സെയിൽ പ്രൊസീഡ്സ് കിട്ടുമല്ലോ, ഗുഡ്സിൻ്റെ വില കിട്ടുമല്ലോ, അതിനകത്തുനിന്ന് അയാൾക്ക് ആ പൈസ എടുക്കാം. ബാലൻസ് എമൗണ്ട് മാത്രം കൺസൈനർക്ക് കൊടുത്താൽ മതി. സിക്സ്ത് ഫീച്ചർ എന്ന് പറയുന്നത് റീപൊസഷൻ ഓഫ് ഗുഡ്സ്. ദ ഗുഡ്സ് ക്യാൻ ബി റീപൊസസ്ഡ് ബൈ ദ കൺസൈനർ അറ്റ് എനി ടൈം ഫ്രം ദി കൺസൈനി. എപ്പം വേണമെങ്കിലും കൺസൈനർക്ക് കൺസൈനിയിൽ നിന്ന് ആ ഗുഡ്സ് തിരികെ എടുക്കാം. അതാണ് കൺസൈൻമെൻറ്റ് മറ്റൊരു പ്രത്യേകത. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. ദ അൺസോൾഡ് ഗുഡ്സ് വിത്ത് ദ കൺസൈനി ഈസ് ട്രീറ്റഡ് ആസ് സ്റ്റോക്ക് ഓഫ് ദി കൺസൈനർ. ഇനി കൺസൈനിയുടെ അടുത്ത് വിൽക്കാതെ ഇരിക്കുന്ന അൺസോൾഡ് ഗുഡ്സ് അത് കൺസൈനറിൻ്റെ സ്റ്റോക്കായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്, അല്ലാതെ കൺസൈനിയുടെ അല്ല. Then sharing of profit. Profit or loss on consignment is not shared. The entire amount of profit or loss goes to the consignor. കൺസൈൻമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രയാണോ അത് ഒരു കാരണവശാലും ഷെയർ ചെയ്യത്തില്ല. അത് ആ ഫുൾ എമൗണ്ട്, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് കൺസൈനർക്കാണ് പോകുന്നത്. Then commission. A fixed percentage of commission on sale is given to the consignee as his remuneration. ഒരു സെയിലിൻ്റെ ഒരു ഫിക്സ് ചെയ്തേക്കുന്ന പെർസെൻറ്റേജ് അതാണ് കൺസൈനിയിലേക്ക് കമ്മീഷനായിട്ട് പോകുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ. Then consignment and sales. The goods sent by the consignor to the consignee cannot be considered as sales at the time of consignment as the ownership in the goods does not pass to the consignee. കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന ഗുഡ്സ് അത് ഒരു കാരണവശാലും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് ഒറിജിനൽ സെയിൽ അല്ലെങ്കിൽ
നോർമൽ സെയിലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് കൺസൈനിക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് the consignor remains to be the owner till the goods are sold by the consignee. കൺസൈനി വിൽക്കുന്നത് വരെ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ആർക്ക് തന്നെയായിരിക്കും? കൺസൈനർക്ക് തന്നെയാണ്. therefore consignment is different from sales. അതുകൊണ്ട് തന്നെ കൺസൈൻമെന്റ് എന്ന് പറയുന്നത് സെയിൽസ് അല്ല. സെയിൽസിനേക്കാളും വ്യത്യാസമുണ്ട്. ഡിഫറൻസസ് ബിറ്റ്വീൻ കൺസൈൻമെന്റ് ആൻഡ് സെയിൽസ്. First one, ownership. Consignment. Ownership in the goods is not transferred to the consignee. കൺസൈൻമെന്റിൽ കൺസൈനിക്ക് ഓണർഷിപ്പ് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. എന്നാൽ സെയിലിൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർ ടു ദി ബയർ. ആരാണോ വാങ്ങിക്കുന്നത് അവരിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും. രണ്ടാമത് റിലേഷൻഷിപ്പ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺസൈനർ ആൻഡ് കൺസൈനി ഈസ് ദാറ്റ് ഓഫ് എ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. കൺസൈൻമെൻറ്റിൽ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻ്റ് ആണ്. എന്നാൽ സെയിൽസിലാണെങ്കിൽ ഇൻ ക്രെഡിറ്റ് സെയിൽസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ബയർ ഈസ് ദാറ്റ് ഓഫ് എ ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ. ക്രെഡിറ്റ് സെയിൽസ് അത് നടന്നപ്പോൾ സെല്ലറും ബയറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്ററും ഡെപ്റ്ററും തമ്മിലാണ്. Then risk. Risk in the goods is not transferred to the consignee. കൺസൈൻമെൻറ്റിൽ ഗുഡ്സിലുള്ള റിസ്ക് കൺസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. എന്നാൽ റിസ്ക് ഇൻ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫർ ടു ദി ബയർ. സെയിൽസിലാണെങ്കിൽ ഗുഡ്സിലുള്ള റിസ്ക് ബയർ അത് വാങ്ങിച്ചതിന് ശേഷം അത് ആ ബയർക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകും. Expenses. All the expenses including selling expenses are borne by the consignor. സെല്ലിങ് എക്സ്പെൻസ് എല്ലാ എക്സ്പെൻസസും അത് കൺസൈനറാണ് നടത്തേണ്ടത്, ബോൺ ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ എക്സ്പെൻസസ് ഇൻകേർഡ് ആഫ്റ്റർ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആർ ബോൺ ബൈ ദി ബയർ. സെയിൽ നടത്തിയതിന് ശേഷം ഉണ്ടാവുന്ന എക്സ്പെൻസസ് അത് ബയർ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. Then return of goods. The consignee has the right to return the unsold goods. കൺസൈനിക്ക് വിറ്റ് പോകാത്ത ഗുഡ്സ് തിരികെ നൽകാനായിട്ടുള്ള അവകാശമുണ്ട്. എന്നാൽ ബയർ കനോട്ട് റിട്ടേൺ ദ ഗുഡ്സ് അൺലെസ് അതർവൈസ് എഗ്രീഡ്. എന്നാൽ വാങ്ങിച്ചുകൊണ്ട് പോയ സാധനം ബയർക്ക് തിരികെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ കടക്കാരൻ അനുവദിക്കുകയും വേണം. എങ്കിൽ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. Then account sales. The consignee has to send a periodical statement called account sales showing the details of transactions in connection with the consignment. ഒരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൺസൈനി കൊടുക്കണം. അക്കൗണ്ട് സെയിൽസ് എന്നാണ് അതിന് പറയുന്നത്. എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് അയാൾ ആ കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. ബയർ നീഡ് നോട്ട് സെൻഡ് സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്നാൽ സെയിൽസിൽ ബയർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യം ഇല്ല. Repossession of goods. Goods sent to the consignee can be called back at any time. കൺസൈനിക്ക് കൊടുക്കുന്ന ഗുഡ്സ് എപ്പോൾ വേണമെങ്കിലും കൺസൈനർക്ക് അത് തിരികെ എടുക്കാം. എന്നാൽ സെയിൽസിലാണെങ്കിൽ ഗുഡ്സ് വൺസ് സോൾഡ് കനോട്ട് ബി കോൾഡ് ബാക്ക്. ഒരു പ്രാവശ്യം വിറ്റുപോയ സാധനം ബയറിൻ്റെ നിന്ന് തിരികെ വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. Then 8. Ordering for goods. Goods are sent without any order from the consignee. കൺസൈനിയിൽ നിന്ന് ഒരു ഓർഡർ ലഭിക്കാതെ തന്നെ ആണ് ഗുഡ്സ് നൽകുന്നത്. എന്നാൽ there must be an order from the buyer in the case of sales. സെയിൽസിൻ്റെ കാര്യത്തിൽ ബയറിൽ നിന്നൊരു ഓർഡർ ലഭിച്ചിരിക്കണം. Then stock of goods. The unsold goods with the consignee is treated as stock of the consignor. വിറ്റുപോകാത്ത ഗുഡ്സ് കൺസൈനിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൺസൈനറുടെ സ്റ്റോക്കായിട്ടാണ് കണക്കാക്കുന്നത്. സെല്ലർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ അൺസോൾഡ് ഗുഡ്സ് ഓഫ് ദി ബയർ. ബയറുടെ കൈവശം ഇരിക്കുന്ന വിറ്റുപോകാത്ത ഗുഡ്സ് അത് സെല്ലർക്ക് അതിനകത്ത് ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല, അയാളുടെ കാര്യമേ അല്ല. Proforma invoice. In consignment, the statement sent by the consignor along with the goods consigned is called a proforma invoice. കൺസൈൻമെൻറ്റിൽ കൺസൈനർ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ആ ഗുഡ്സ് കൊടുക്കുന്ന കൂട്ടത്തിൽ. അതിന് പ്രൊഫോമ ഇൻവോയ്സ് എന്നാണ് പറയുന്നത്. ഇൻ സെയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് നോൺ ആസ് ഇൻവോയ്സ്. എന്നാൽ സെയിലിനകത്ത് ഗുഡ്സ് എന്തൊക്കെയാണ് വിറ്റതെന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേര് ഇൻവോയ്സ് എന്നാണ്.
Next, important terms. Pro forma invoice. A pro forma invoice is a statement prepared and sent by the consignor to the consignee along with the goods dispatched. കൺസൈനിക്ക് കൊടുക്കുന്ന ഗുഡ്സിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പേരാണ് പ്രൊഫോമ ഇൻവോയ്സ്. ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്രൈസ്, പാക്കിംഗ് എക്സെട്ര ഓഫ് ദി ഗുഡ്സ് ഡെസ്പാച്ച്ഡ്. അതിനകത്ത് ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, പ്രൈസ് ഉണ്ട്, പാക്കിംഗ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർന്നാണ് ഈ പ്രൊഫോമ ഇൻവോയ്സ്. സച്ച് ആൻ ഇൻവോയ്സ് ഈസ് എക്സാക്ട്ലി ലൈക്ക് ആൻ ആക്ച്വൽ ഇൻവോയ്സ് ഇൻ അപ്പിയറൻസ്. നോക്കുമ്പോൾ സാധാരണ ഇൻവോയ്സ് പോലെ തന്നെയാണ് കാണുന്നത്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മേക്ക് ദ കൺസൈനി റെസ്പോൺസിബിൾ ടു പേ ദ എമൗണ്ട് മെൻഷൻഡ് therein. എന്ന് വെച്ചാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഒന്നും കൺസൈനി കൊടുക്കാനായിട്ട് ബാധ്യസ്ഥൻ അല്ല. The pro forma invoice can be prepared either at cost price or at invoice price or loaded price or inflated price. ഈ പ്രൊഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നുകിൽ കോസ്റ്റ് പ്രൈസിലായിരിക്കാം, അതല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലായിരിക്കാം, അതല്ലെങ്കിൽ ലോഡഡ് പ്രൈസിലായിരിക്കാം, അതും അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസിലായിരിക്കാം ആണ് ഒരു ടേം. രണ്ടാമത്തത് കമ്മീഷൻ ഓൺ കൺസൈൻമെൻറ്റ്. Next, commission on consignment. Commission on consignment is the reward or remuneration given by the consignor to the consignee for selling the goods. Goods sale നടത്തുന്നതിന് കൺസൈനിക്ക് കൊടുക്കുന്ന ഒരു റെമുനറേഷൻ അല്ലെങ്കിൽ റിവാർഡ് അല്ലെങ്കിൽ ഒരു ശമ്പളം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പറയുന്ന പേരാണ് കമ്മീഷൻ ഓൺ കൺസൈൻമെൻറ്റ്. നോർമലി ഇറ്റ് ഈസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ സെയിൽസ് പ്രൊസീഡ്സ്. എത്രയാണോ സെയിൽസിൻ്റെ എമൗണ്ട് അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് നോർമലായിട്ട് കമ്മീഷൻ ഓൺ കൺസൈൻമെൻറ്റ് വരുന്നത്. ബിസൈഡ്സ് എ നോർമൽ കമ്മീഷൻ ദ കൺസൈനി മേ ബി അലോഡ് ദ ഫോളോയിങ് അഡീഷണൽ കമ്മീഷൻ. നോർമൽ കമ്മീഷൻ കൂടാതെ കൺസൈനിക്ക് ചിലപ്പോൾ ചില കമ്മീഷൻ സെയിൽസിനകത്ത് അഡീഷണൽ ആയിട്ട് കമ്മീഷനും കൂടെ കൊടുക്കുന്നുണ്ട്. ആ കമ്മീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ്, ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ. Usually, the consignor has to bear any loss due to bad debts that might arise from the insolvency of the buyers of goods, as the consignee sells the goods only as an agent. ഈ ബാഡ് ഡെബ്സ് വഴിയുള്ള ലോസ് സാധാരണഗതിയിൽ കൺസൈനറാണ് അത് സഹിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ബയറുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻസോൾവൻസി. ബയർ കൺസൈനിയിൽ നിന്ന് വാങ്ങിച്ച ബയർ ഇൻസോൾവൻ്റായി പോകും, പാപ്പരായി പോവുക. അങ്ങനെ വരുമ്പോഴത്തേക്കിന് അത് അയാളുടെ പൈസ കിട്ടാൻ ചെയ്യും, ബാഡ് ഡെപ്റ്റായി പോകും. അതിൻ്റെ നഷ്ടം ഈ കൺസൈനർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. കാരണം കൺസൈനി ഒരു ഏജൻറ് മാത്രം നിലയിലാണ് വിൽക്കുന്നത്. ബട്ട് ഇൻ ഓർഡർ ടു മേക്ക് ദ കൺസൈനി ബെയർ ദ ബാഡ് ഡെബ്റ്റ്സ്, the consignor may offer some additional commission known as del creditor commission. എന്നാൽ കൺസൈനി ആ ബാഡ് ഡെബ്റ്റ്സ് ഏറ്റെടുക്കാനായിട്ട് വേണ്ടിയിട്ട് കൺസൈനർ എന്ത് ചെയ്യും, ഒരു അഡീഷണൽ കമ്മീഷൻ അങ്ങോട്ട് ഓഫർ ചെയ്യും. ആ സിറ്റുവേഷനിൽ കൺസൈനിയാണ് ഈ ബാഡ് ഡെബ്റ്റ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. The extra commission offered by the consignor to the consignee for guaranteeing the entire amount of sales effected on consignment or for bearing any bad debts by the consignee is called a del creditor commission. ഒരു എക്സ്ട്രാ കമ്മീഷൻ കൺസൈനിക്ക് ഓഫർ ചെയ്യുന്നതിനെയാണ് del creditor commission എന്ന് പറയുന്നത്. ആ എക്സ്ട്രാ കമ്മീഷൻ എന്തിനാണ് കൊടുക്കുന്നത്? ഫോർ ഗ്യാരണ്ടിങ് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് സെയിൽസ് എഫക്റ്റഡ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റ് വഴി ഉണ്ടായ മുഴുവൻ സെയിൽസ് എമൗണ്ടും കൺസൈനി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൺസൈനി ആ ബാഡ് ഡെബ്റ്റ്സ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ del creditor കമ്മീഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ്, del creditor agent. A del creditor agent is one who gets extra commission for guaranteeing the realization of the sales affected by him or for bearing any bad debts in respect of credit sales made. Credit sales വഴി ഉണ്ടായ ബാഡ് ഡെബ്റ്റ്സ് ഏറ്റെടുക്കാനായിട്ടും അതല്ലെങ്കിൽ മുഴുവൻ സെയിൽസ് എമൗണ്ടും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും ഒരു എക്സ്ട്രാ കമ്മീഷൻ ഓഫർ ചെയ്യുന്ന ഏത് ഏജൻ്റാണോ കൊടുക്കുന്ന ഏത് ഏജൻ്റാണോ ആ del creditor ഏജൻറ്റിന് പറയുന്ന പേരാണ് del creditor agent. Del creditor commission is usually calculated on total sales unless otherwise
എഗ്രിമെൻറ്റ്. സാധാരണ ടോട്ടൽ സെയിൽസിന് തന്നെയാണ് ഡെൽ ക്രെഡിറ്റ് കമ്മീഷൻ കാണാനായിട്ടും എടുക്കുന്നത്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിരിക്കും അത് എഗ്രി ചെയ്തിരിക്കുന്നത്. Next is overriding commission. It is an extra commission paid to the consignee in addition to the normal commission as an incentive to sell the goods at the highest possible price. ഏറ്റവും കൂടിയ വിലയ്ക്ക് ഗുഡ്സ് സെയിൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഇൻസെൻറ്റീവ്, ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൊടുക്കുന്ന, നോർമൽ കമ്മീഷൻ കൂടാതെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റാണ് ഈ ഓവർ റൈഡിങ് commission. It is usually allowed by the consignor when a new product is introduced in the market. സാധാരണ ഇത് കൊടുക്കുന്നത് കൺസൈനർ പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. ഇറ്റ് ഈസ് ഗിവൺ ആസ് ആൻ ഇൻസെൻറ്റീവ് ടു പ്രൊമോട്ട് സെയിൽ. അതൊരു സെയിൽസ് പ്രൊമോട്ട് ചെയ്ത് സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് ആയിട്ടാണ്, ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, എക്സ്പെൻസസ് ഓൺ കൺസൈൻമെൻറ്റ്. Expenses that may be incurred on consignment can be classified into two types. കൺസൈൻമെൻറ്റിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസ് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് നോൺ റെക്കറിങ് എക്സ്പെൻസസ് ആൻഡ് റെക്കറിങ് എക്സ്പെൻസസ്. നോൺ റെക്കറിങ് എക്സ്പെൻസസ്, ദീസ് ആർ ദ എക്സ്പെൻസസ് വിച്ച് ഡു നോട്ട് അറൈസ് റിപ്പീറ്റഡ്ലി ഫോർ എ പർട്ടിക്കുലർ കൺസൈൻമെൻറ്റ്. ഒരു കൺസൈൻമെൻറ്റിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കാത്ത എക്സ്പെൻസസിനെയാണ് ഈ നോൺ റെക്കറിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. All expenses incurred by the consignor and the consignee till the goods are brought to the godown of the consignee are non-recurring nature. കൺസൈനിയുടെ അടുത്തേക്ക് കൺസൈനർക്കും കൺസൈനിക്കും ഉണ്ടാവുന്ന എക്സ്പെൻസസ് എപ്പോഴാണ്? ടിൽ ദ ഗുഡ്സ് ആർ ബ്രോട്ട് ടു ദ ഗോഡൗൺ ഓഫ് ദി കൺസൈനി. കൺസൈനിയുടെ ഗോഡൗണിലേക്ക് ഗുഡ്സ് എത്തിക്കുന്നത് വരെ രണ്ടുപേർക്കും ഉണ്ടാകുന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നത് അത് നോൺ റെക്കറിങ് നേച്ചറാണ്. അതായത് പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ചാർജസ്, ഫ്രൈറ്റ്, ഇമ്പോർട്ട് ഓർ കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻഷുറൻസ് ഇൻ ട്രാൻസിറ്റ്, ഒക്ട്രോയിങ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്, ക്യാരിയേജ്, കാർട്ടേജ് ടു ദ ഗോഡൗൺ ഓഫ് ദി കൺസൈനി എക്സ്ട്രാ ആർ നോൺ റെക്കറിങ് എക്സ്പെൻസസ്. നോൺ റെക്കറിങ്ങിൻ്റെ എക്സ്പെൻസസിൻ്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. അടുത്തത് റെക്കറിങ് എക്സ്പെൻസസ്. ദീസ് ആർ ദി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് റിപ്പീറ്റഡ്ലി ഓൺ സെയിം കൺസൈൻമെൻറ്റ്. ഒരു കൺസൈൻമെൻറ്റിൽ വീണ്ടും വീണ്ടും വരുന്ന ഒരു എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസ് ആണ് റെക്കറിങ് എക്സ്പെൻസസ്. ദീസ് ആർ മെഡ് ബൈ ദി കൺസൈനി ആഫ്റ്റർ റീച്ചിങ് ദ ഗുഡ്സ് ഇൻ ഹിസ് ഗോഡൗൺ. ഇത് സാധാരണ കൺസൈനിയാണ് കൊടുക്കുന്നത്. അത് അയാളുടെ ഗോഡൗണിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ആ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നത്. ഗോഡൗൺ റെൻറ്റ് ആൻഡ് ഇൻഷുറൻസ്, സെയിൽസ്മെൻസ് സാലറീസ് ആൻഡ് കമ്മീഷൻ, അഡ്വർടൈസിങ്, ബ്രോക്കറേജ് എക്സെട്ര ആർ റെക്കറിങ് എക്സ്പെൻസസ്. റെക്കറിങ് എക്സ്പെൻസിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, അക്കൗണ്ട്സ് സെയിൽസ്. An account sale is a periodical statement sent by the consignee to the consignor showing the amount of gross sales, advance remitted, amount of expenses met, the amount of commission, balance amount due, etc. It is usually sent at fixed periodical intervals or after the entire goods are sold. അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് കൃത്യസമയത്ത് ഒരു ചിലപ്പോൾ ആഴ്ചയിലായിരിക്കും, ചിലപ്പോൾ ഒരു മാസമായിരിക്കും. അതിന് കൃത്യമായിട്ട് ഒരു പ്രത്യേക ഡേറ്റ് വെച്ച് കൊടുക്കുന്ന ഒരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത്. അത് കൺസൈനർക്ക് കൊടുക്കുന്നതാണ്. അതിൻ്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തം സെയിൽസ് എത്രയുണ്ടായി, അഡ്വാൻസ് എത്ര കൊടുത്തു, അതുപോലെ തന്നെ എക്സ്പെൻസസ് എത്രയുണ്ടായി, അതുപോലെ തന്നെ കമ്മീഷൻ എമൗണ്ട് എത്രയാണ്, ബാലൻസ് എത്രയാണ് നിലവിൽ ഉള്ളത്, ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂഷ്വലി സെൻഡ് അറ്റ് ഫിക്സഡ് പീരിയോഡിക്കൽ ഇൻ്റർവൽസ് ഓർ ആഫ്റ്റർ ദ എൻറ്റയർ ഗുഡ്സ് ആർ സോൾഡ്. സാധാരണ ഒരു ഫിക്സഡ് പീരീഡിലാണ് അത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ ഗുഡ്സ് മുഴുവനും വിറ്റതിന് ശേഷം ആയിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു സ്പെസിമെൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് പഠിച്ചു വെക്കേണ്ട ഒരു ഫോർമാറ്റാണ്. നിങ്ങൾക്ക് എക്സാമിനൊക്കെ സാധാരണ ചോദിക്കാറുള്ളതാണ് അക്കൗണ്ട് സെയിൽ എഴുതാനായിട്ട്. അക്കൗണ്ട് സെയിൽ ഓഫ് 100 X brand heaters and 5S brand stove received and sold on behalf of Bajaj Electricals Bombay. അങ്ങനൊരു ഹെഡിങ് കൊടുക്കണം. നിങ്ങൾ ഈ ഒരു കോമൺ ഫോർമാറ്റാണ് വരുന്നത്. അക്കൗണ്ട് സെയിൽ അതാദ്യം നോക്കുക. അക്കൗണ്ട് സെയിൽ ഓഫ് എന്തിൻ്റെയൊക്കെയാണ് അക്കൗണ്ട് സെയിൽ? എന്തൊക്കെ സാധനമാണ് അയാളെ വിൽക്കാൻ ഏൽപ്പിച്ചത്? 100 X ബ്രാൻഡ് ഹീറ്റേഴ്സും 50 S ബ്രാൻഡ് സ്റ്റൗസുമാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് സെയിൽ.
received and sold. അത് കിട്ടി, അത് വിറ്റു. ആർക്ക് വേണ്ടിയിട്ട് വിറ്റു? ഓൺ ബിഹാഫ് ഓഫ് ബജാജ് ഇലക്ട്രിക്കൽസ് ബോംബെ. ബജാജ് ഇലക്ട്രിക്കൽസിന് വേണ്ടിയിട്ട് സെയിൽ നടത്തി എന്നാണ് ഈ അക്കൗണ്ട് സെയിലിൻ്റെ ഹെഡിങ് വരുന്നത്. അതിൻ്റെ ആദ്യമേ സെയിൽസ് കാണിക്കും, എത്ര ഹീറ്റേഴ്സ് സ്റ്റൗ ആണ് വിറ്റ് പോയെന്ന്. അത് 80 എക്സ് ബ്രാൻഡ് ഹീറ്റേഴ്സ് അറ്റ് ₹2. 2000 ആയിരിക്കും, 2 അല്ല 2000 ആണ്. അത് 16,000, 2 അല്ല 200 ആണ് കേട്ടോ, അത് പോയിന്റ് അല്ല, 200 ആണ്. 30 എസ് ബ്രാൻഡ് സ്റ്റൗ അറ്റ് 400, 12,000. അതാണ് ടോട്ടൽ സെയിൽസ് വരുന്നത്. ഇനി ലെസ് അതിനകത്ത് നിന്ന് എക്സ്പെൻസസ് ഉണ്ടായത്, ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ് 400, ഇൻഷുറൻസ് 200, വെയർ ഹൗസ് റെന്റ് 150, കമ്മീഷൻ അറ്റ് 5% ഓൺ. കണ്ടോ, ടോട്ടൽ സെയിൽസിൻ്റെയാണ് 28,000 കമ്മീഷൻ കണ്ടു. അത് കുറച്ചു. നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് വരുന്നത് 25,850. അതിൽ അഡ്വാൻസ് ആയിട്ട് 15,000 കൊടുത്തു, അപ്പോൾ സെയിൽസ് അഡ്വാൻസ് കൊടുത്തു. ദെൻ ബാലൻസ് സെൻഡ് ബൈ ബാങ്ക് ഡ്രാഫ്റ്റ് 10,850. അതിനുശേഷം 100 എക്സ് ബ്രാൻഡ് ഹീറ്റേഴ്സും 50 എസ് ബ്രാൻഡ് സ്റ്റൗവും ആണ് കൊടുത്തിരുന്നത്. അതിൽ 100 എണ്ണത്തിൽ 80 എണ്ണം വിറ്റു, 50 എണ്ണത്തിൽ 30 എണ്ണം വിറ്റു. അപ്പോൾ സ്റ്റോക്ക് പൊസിഷൻ കാണിക്കണമല്ലോ. സ്റ്റോക്ക് പൊസിഷൻ നമ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്. എക്സ് ബ്രാൻഡ് ഹീറ്റേഴ്സ് 100 മൈനസ് 80, 20. എസ് ബ്രാൻഡ് ഹീറ്റേഴ്സ് 50 മൈനസ് 30, 20. എന്നിട്ട് താഴെ അഡ്രസ്സും ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് സിഗ്നേച്ചറും ഇടുക. ഇതാണ് അക്കൗണ്ട് സെയിലിൻ്റെ ഫോർമാറ്റ്. ഇതൊന്നും മനസ്സിലായി പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, അക്കൗണ്ടിങ് പ്രൊസീജിയർ.